പൊന്നാനി നഗരസഭയിലെ ശുചീകരണ വിഭാഗം തൊഴിലാളിയായിരുന്ന ഷീജ മാക്കോരം വീട്ടിലിന്റെ നിര്യാണത്തിൽ പൊന്നാനി നഗരസഭാ കൗൺസിലും സ്റ്റാഫ് കൗൺസിലും അനുശോചനം രേഖപ്പെടുത്തി. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച പൊന്നാനി നഗരസഭ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഷീജ മാക്കോരം വീട്ടിലിന്റെ അനുശോചന യോഗമാണ് കൗൺസിൽ ഹാളിൽ നടന്നത്. ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിയിലും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും കൗൺസിലർമാർക്കും കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ അവരെ കുറിച്ച് അത്തരത്തിലുള്ള ഓർമ്മകളുണ്ടാകും. ഓർമ്മകളങ്ങനെ ഇറങ്ങി പോകുന്ന ഈ ഒരു നട്ടുച്ചയിൽ നമ്മളിങ്ങനെ അവരില്ലാത്തൊരു ലോകത്ത് അവരെ കുറിച്ച് ഓർത്ത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകും. എല്ലാ മനുഷ്യരും ആത്യന്തികമായി ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ കരുതുന്നു. ഷീജയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ചില മരണങ്ങൾ നമ്മളെ വേദനിപ്പിക്കാറും ഞെട്ടിക്കാറൊക്കെ ഉണ്ട്. അത്തരമൊരു വാർത്തയാണ് ഇന്നലെ നമ്മളെല്ലാവരും 6 മണിയോടുകൂടി അറിഞ്ഞത്. ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഉറപ്പായിട്ടുള്ള ഒരു വസ്തുതയാണ് മരണം എന്ന് പറയുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും അടുക്കേണ്ടവരുമാണ്. പക്ഷേ ഇവിടെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ കുറഞ്ഞ കാലം, കുറഞ്ഞ നിമിഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുകയും ആ ജീവിക്കുന്ന കാലം എത്ര ചെറുതാണെങ്കിലും മറ്റുള്ളവരുടെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കയറാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ജീവിച്ച കാലത്ത് അടയാളപ്പെടുത്താൻ നമുക്കുള്ള ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് അവർ ഒരു കൂടപ്പിറപ്പിനെ പോലെ കയറാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്കൊക്കെ പങ്കുവെക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി മുഹമ്മദ് ബഷീർ, ഷീന സുദേശൻ, രജീഷ് ഓപ്പാല, കൗൺസിലർമാരായ ഫർഹാൻ BM, കെ ബാബു, ടി ദാമോദരൻ, നഗരസഭാ സെക്രട്ടറി എസ് സജിറുൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. PGTV ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.